നിരന്തരം ന്യൂസ് ചാനലിൽ ഇങ്ങനെ വരുന്ന ഇത്തരം വാർത്തകൾ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരുന്നതാണ്. ഒരു മാറ്റമുണ്ട്. ന്യൂസ് വന്നിട്ട് കാര്യമില്ല, ഫോളോ അപ്പ് ഇല്ലല്ലോ. ഒരു ന്യൂസ് നിങ്ങൾ ആലോചിക്കും, ബ്രേക്കിംഗ് വരും, അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നോക്കാറുണ്ട് ഇല്ല. ഫോളോ അപ്പ് അവർ ഇടാറുമില്ല, നമ്മളാരും കാണാറുമില്ല. ബ്രേക്കിംഗ് വന്നിട്ട് പോകുന്നല്ലാതെ അതിൻ്റെ വാട്സ് നെക്സ്റ്റ് നമ്മൾ അറിയാറില്ല. സായി വാർത്തകൾ, അതായത് സാറ്റലൈറ്റ് വന്ന വാർത്തകളിൽ ജെന്യൂനിറ്റി ഉണ്ടോയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളനുസരിച്ചിരിക്കും. നമുക്ക് ഒരു ന്യൂസ് കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള കുറച്ചൊരു അന്തോബോധമാണ്. എന്താണ് ജെന്യൂൻ, എന്താ ജെന്യൂൻ അല്ലാത്ത പക്ഷം നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. പല ന്യൂസുകളും ഇപ്പോൾ പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ന്യൂസിന് എന്തിനാ ബ്രേക്കിംഗ് ന്യൂസിന് മറ്റേ BGM ഇട്ട് കേൾക്കുന്നത്. BGM കേട്ടിട്ട് ആൾക്ക് സത്യം വിചാരിക്കാൻ പറ്റില്ല. നമ്മൾക്കൊരു ബോധം വേണം നമ്മുടെ ചുറ്റുപാട് എന്താ നടക്കുന്നത്. അതെന്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ജെന്യൂൻ അല്ലെങ്കിൽ ജെന്യൂൻ അല്ലാത്തത്. മിസ്ലീഡിംഗ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. എല്ലാം സത്യമൊന്നും പറയാൻ പറ്റും. ഇത്രയും കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ലഹരി വിമുക്താക്കണമെങ്കിൽ ഇത് ലീഗലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനോട് എന്താ പറയുക, കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം കുറേ കാലമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനോട് എന്താ പറയുക, ലഹരി അതായത് ഈ MDMA കഞ്ചാവ് എന്ന് പറഞ്ഞ ലഹരി കൂടിയ ലഹരികൾ സുലഭമാക്കുകയാണെങ്കിൽ ഇത് ഈ മാറും, നോർമലൈസ് ആവും. മദ്യം സുലഭമായിട്ട് അപകടങ്ങൾ നടക്കുന്നില്ല ഉണ്ടോ? സിഗരറ്റ് സുലഭമായിട്ട് അപകടങ്ങൾ നടക്കുന്നില്ല. ഇത് സുലഭമാക്കിയാലും നടക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഇതിലെന്തൊരു മാറ്റം വരും. മൈത്രേൻ ഈ ലഹരിയെ ടൂ വീലറുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു. ടൂ വീലർ ഓടിക്കുന്ന പോലെ നിയന്ത്രിതമായിട്ട് ലഹരി വിതരണം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? അയാൾ പറയുന്ന ലോജിക്ക് അല്ലെങ്കിൽ ഏത് സെൻസാന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഇത് കുറച്ചായിട്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ പല രീതിയിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ അക്രമം നടക്കുന്നുണ്ട്, ബ്രോത്തൽസ് വന്നു കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ആ പറഞ്ഞത് അങ്ങനെ എടുത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റുന്നില്ല. ബിക്കോസ് എനിക്ക് അത്രയും ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യൻ. എൻ്റെ മുന്നിൽ ഈ മദ്യശാല തുടങ്ങി വെച്ച പോലെ ഇപ്പോൾ നമ്മൾ തായ്ലാൻഡിലും പട്ടായാലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ കണ്ടത് അവിടെയൊക്കെ ഈ സാധനം റോട്ടിനൊക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുണ്ട്. അത് കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് പോകും. മൈത്രേൻ പറയുന്ന ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തമാണ് ടൂ വീലർ എന്ന് പറയുന്നത്. അപ്പം അത് മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷേ അത് ഞാൻ പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച ആൾക്കാരുടെ എണ്ണല്ലേ അല്ലേ, തോക്കൂണ്ട് വെടികൊണ്ട ആൾക്കാരുടെ എണ്ണം നമ്മൾ അല്ലെങ്കിൽ തോക്ക് വേണ്ടല്ലോ. അതൊക്കെ ആ ലോജിക്കാണ്. അല്ലാതെ അതിലൊന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നില്ല. അതൊക്കെ അയാളുടെ ലോജിക്കാണ്. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആക്കി ഇത്തരം ഞാൻ ടു ബി ഓണസ്റ്റ് പറയാം. ഈ പറഞ്ഞ നമ്മുടെ ചിപ്സ് കഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എത്രയോ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തോക്കിന് അത്രത്തോളം പ്രശ്നമുണ്ട്. അത് കഴിച്ചിട്ട് തോക്ക് ലീഗലാക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടുന്ന ലഹരിയുടെ ഉപയോഗം, അതായത് അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആരാ പറഞ്ഞത്? എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് പറ. അത് ചില ആളുകൾ പറയുന്നുണ്ട്. ശ്രീനാഥ് ബസ് പോലെയുള്ള ആളുകളാണ് പറയുന്നത്. പോലെയുള്ളതല്ല, ശ്രീനാഥ് ബസ് ആണോ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? അത് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയും. ആരോടാ പറഞ്ഞത്? ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ശ്രീനാഥ് ബസ് ഡയറക്ടർ എടുത്ത് അല്ല, ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് അയാളുടെ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽ ഒരാളുടെ അടുത്ത് ലഹരി ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അല്ലേ? ഡയറക്റ്റാണോ പറഞ്ഞത്? പിന്നെ എടാ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ഡയറക്റ്റ് ഡീൽ നടക്കുന്നുണ്ടാവാം. ഈ സിനിമയിലേക്ക് ലഹരി വരുന്നതിന് ഡയറക്റ്റ് ഡീൽ എങ്ങനെയാണ് വരുന്നത്? സിനിമാ സെറ്റിലുള്ള ഏറ്റവും താഴെക്കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ യൂസ് ചെയ്തിട്ടാണ് ഒരു പെഡ്ലിംഗ് നടത്തുന്നത്. അവരിലൂടെ 2, 3, 4 കൈ പറഞ്ഞിട്ടാണ് ഒരു ആക്ടറിനും ആക്ട്രസിനും ഒരു ചീഫ് ടെക്നീഷ്യൻ്റെ കയ്യിൽ ലഹരി എത്തുന്നത്. പിടിക്കപ്പെടുമ്പോൾ ആരാ പിടിക്കപ്പെടുന്നത്? ഏതെങ്കിലും സെറ്റിൽ ലൈറ്റ് ബോയോ ചായ കൊടുക്കുന്ന ഒരാളോ അങ്ങനത്തെ ആളുകളെ പിടിക്കപ്പെടുന്നുള്ളൂ. കാരണം അവരിൽ നിൽക്കും, അവർ പേടിച്ചിട്ട് പുറത്ത് പറയൂല.